എനിക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. നിങ്ങൾ അദ്ദേഹവും ഏതാണ്ട് ഈ വി ഡി സതീശൻ്റെ പറഞ്ഞത് കേട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിൽ പിന്നെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്ന് ധരിച്ച് അദ്ദേഹവും ഇങ്ങനെ ചില വാർത്ത ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ഭീകരത അതിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. മതന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം, ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം. ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ അവർ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ ഭരണം തകർന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശിൽ ഏതാനും ദിവസം കഴിയുമ്പോൾ തകരാൻ പോവുകയാണ്. കോൺഗ്രസ് MLAമാർ കൂട്ടത്തോടെ കൂറുമാറി BJPയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ചരിത്രം തന്നെ. വടക്കേ ഇന്ത്യയിലെ അവശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ ഹിമാചൽ പോലും നഷ്ടപ്പെടാൻ പോകുന്നു. രാജ്യസഭ പോയി. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിനെയാണ് അവിടെ തോൽപ്പിച്ചത്. കോൺഗ്രസ് MLAമാരാണ് എതിരായി വോട്ട് ചെയ്തത്. ഇപ്പോൾ പണം കൊടുത്ത് വിലക്കെടുക്കാം MLAമാരെ, MP മാരെ. എന്നാൽ ഇന്ത്യയിൽ വിലക്കെടുക്കാൻ കഴിയാത്ത MP മാരും MLAമാരും ഇടതുപക്ഷത്തിൻ്റേതാണ്. കോൺഗ്രസിൻ്റെ ഏത് MLAയെയും പിടിക്കാം, ഏത് MPയെയും കൈകാര്യം ചെയ്യാം. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നിലവിലുള്ള MP മാർ പോലും BJPയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിൽ വിശ്വസിക്കരുത്. അവർ പലരും കാലുമാറും കൂറുമാറും പണത്തിൻ്റെ പിന്നാലെ പോകും. ഇതിൻ്റെ നേതൃരംഗത്തിരിക്കുന്നവർ തന്നെ അതിൻ്റെ പ്രതിഭകളായി നിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവിടെ ഉറച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ജീവത്യാഗം ചെയ്തു നാടിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ, മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം കാത്തു സൂക്ഷിക്കാൻ, ഇവിടെ മതപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മതവിവേചനം സൃഷ്ടിച്ച് മതവികാരമിളക്കി വിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളെ ഇപ്പോഴും പരസ്യമായി ആക്ഷേപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ പരസ്യമായി ആക്ഷേപിക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷം എല്ലാ പ്രദേശങ്ങളിലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം വരുന്നു. അവർ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരമൊരു നൈറ്റ് മാർച്ച് ജനങ്ങളിലൊക്കെ വലിയ ആകർഷണത്തുണ്ടാകുന്നു. ജനങ്ങളിൽ ആ നയത്തിൻ്റെ പേരിൽ അണിനിരക്കുന്നു, ആ മൂവ്മെൻറ്റിനോടൊപ്പം ചേരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരും പല സ്ഥലത്തും ഇത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊരു തട്ടിപ്പ് പരിപാടിയായിട്ടാണ് ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ പരിപാടി ഇപ്പോൾ കോൺഗ്രസ്സുകാരും UDFകാരും ചില സ്ഥലങ്ങളിൽ നടത്തുന്നത്. ഇവിടെ മുസ്ലിം ലീഗുകാരോട് കോൺഗ്രസ് ഒരു ജാഥ നയിച്ചു കാസർഗോഡ് നിന്ന്. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലല്ലേ എന്താ അടുപ്പിക്കാതിരുന്നത്? ഈ RSS അജണ്ടയാണ് അതിന് കാരണം. അത് തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന് കഴിയണം. നിങ്ങളൊരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ബഹുജനങ്ങൾ, വോട്ടർമാർ ചിന്തിച്ച് ഫലപ്രദമായി സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് അവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.